പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരു ലോക ഫുട്ബോൾ കാലത്തെ ചെറിയ ഫുട്ബോൾ വിശേഷങ്ങളുടെ കാഴ്ചകളിലേക്ക് എൻ്റെ ബൈക്ക് റൈഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നുണ്ട്, ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകണമെന്ന്. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയതിൻ്റെ കാര്യം ഇത്രയൊന്നുമില്ല, കുറച്ച് ദിവസമായി റൈഡൊക്കെ പോയിട്ട്. അപ്പോൾ ഒന്ന് ഇറങ്ങാം, പിന്നെ എൻ്റെ നാട്ടിൽ കൂടെയൊക്കെ നടക്കാം. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഫുട്ബോളിൻ്റെ ഫ്ലക്സുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ കുറച്ച് കാണാം, ഈ നാടൊക്കെ ആസ്വദിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ ഒരു മഴക്കാലത്ത് മഴ പ്രതീക്ഷിച്ച് ഇറങ്ങി ഞാൻ നിരാശയോടുകൂടി വെയിലത്ത് വണ്ടി ഓടിക്കേണ്ട അവസ്ഥയാണ്. 8-8:30 ആയപ്പോഴേക്കും നല്ല പൊരി വെയിലാണ്, ഉച്ചയുടെ ഫീലാണ്. അപ്പം രാവിലെ ഗ്ലൗസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം തുടക്കത്തിൽ എൻ്റെ നാട്ടിൽ കൂടെയാണ് വണ്ടി വിടുന്നത്. ശ്രീകണ്ഠപുരം എന്നാണ് എൻ്റെ നാടിൻ്റെ പേര് പറയുന്നത്. അവിടെ ചെറിയ പാലവും പുഴയും ഒക്കെ ഉണ്ട്. അതൊക്കെ രാത്രി ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം ഭംഗിയൊക്കെ കാണുന്നത് നമുക്ക് രാത്രി ഓടിക്കണം. അപ്പോൾ ഇവ രാത്രി ഓടിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് തന്നെ, നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പോവുകയാണ്. പിന്നെ ഗ്ലൗസ് മേടിക്കണം. ഗ്ലൗസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തീരെ പറ്റുന്നില്ല, എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ പാലം. അപ്പം ഈ പാലം വളവണ്ണമ്പുഴയുടെ ഭാഗമാണ്. ശ്രീകണ്ഠപുരത്ത് വളവണ്ണമ്പുഴ 2 പുഴകളൊക്കെ കൂടിച്ചേർന്നിട്ട് വരുന്നത്. ഇനി മറ്റൊരു പുഴയായിട്ട് കൂടിച്ചേർന്ന് ഇരുട്ടിയിൽ നിന്ന് വരുന്ന വേറൊരു പുഴയുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് വളവണ്ണമ്പുഴ, നല്ല വലിയ പുഴ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഷബിൻ ശംസുദ്ദീൻ്റെ ഒരു വ്ളോഗ് കണ്ടിരുന്നു, വീഡിയോ കണ്ടിരുന്നു. അപ്പം മുണ്ടക്കയം കാണിച്ച് എന്തൊരു ഭംഗിയായിട്ടാണ് പുള്ളി കാണിച്ചിരിക്കുന്നത്. അപ്പം മുണ്ടക്കയം പോലെ അത്ര ഭംഗിയുള്ള സ്ഥലമൊന്നും അല്ലെങ്കിലും എൻ്റെ നാടും ചെറിയൊരു നാടാണ്. എനിക്ക് പുള്ളിയുടെ വ്ളോഗ് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. ജോണി കെ ഷാദിയാണ് എൻ്റെ ഫേവറേറ്റ് വീഡിയോ പുള്ളിയുടെ ചെയ്തതിൽ. ഇപ്പോൾ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ, 22 വർഷങ്ങൾക്ക് ശേഷം ഷബിൻ പോയ വഴികൾ, പഠിച്ച സ്കൂള്, കോളേജുകൾ, അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തപ്പോൾ അത് കാണാൻ ഭയങ്കര ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വീണ്ടും സബ്ജക്റ്റ് നിന്ന് മാറിപ്പോയി. ഇതാ ഗ്ലൗസ് മേടിക്കട്ടെ. ഗ്ലൗസ് മേടിച്ചിട്ട് എവിടെയാണ് ഫുട്ബോൾ കാഴ്ചകളും ഫ്ലക്സുകളും ബോർഡുകളും കാര്യങ്ങളൊക്കെ, ഫാൻസിൻ്റെ പവർ ഒന്ന് കാണട്ടെ. അതാണ് എൻ്റെ യാത്രയുടെ ഇന്നത്തെ ആദ്യ ലക്ഷ്യം. മുന്നിൽ എൻ്റെ നിഴൽ കാണുന്നുണ്ടോ? നല്ല ഉച്ച പോലെ നിഴലാണ്, അത്ര ചൂടാണ്. 9 മണിയേ സമയമായിട്ടുള്ളൂ. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ചുമ്മാ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെ ചെറിയ വില്ലേജുകളിൽ കൂടെയൊക്കെ വണ്ടി ഓടിക്കണം. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ഫുട്ബോൾ ഫാൻസുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയാണ് അവിടെയൊക്കെ ഫുട്ബോൾ. അവിടെയൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ചെറിയ ചെറിയ ക്ലബ്ബുകളിലൊക്കെ വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് അവരൊക്കെ അങ്ങനെയാണ് ഫാൻസിൻ്റെ ഒക്കെ കളി കാണുന്നത്. അത് പോർച്ചുഗലിൻ്റെ ആയാലും ബ്രസീലിൻ്റെ ആയാലും. ഈ പറഞ്ഞപ്പോഴേ ഞാൻ സ്പെയിനിൻ്റെ ആരാധകനാണ് കേട്ടോ. എനിക്ക് സ്പെയിൻ ടീമിന് ഇഷ്ടമാണ്. സ്പെയിൻ മാത്രമല്ല, അർജൻറ്റീന ഇഷ്ടമാണ്, പോർച്ചുഗൽ ഇഷ്ടമാണ്, ബ്രസീൽ ഇഷ്ടമാണ്, ഫ്രാൻസ് ഇഷ്ടമാണ്, ഇംഗ്ലണ്ട് ഇഷ്ടമാണ്. അപ്പം ഓരോ സീസണിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെങ്കിലും കുറച്ച് കാലമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാണെന്ന് വെച്ചാൽ സ്പെയിൻ എന്നാണ് പറയൽ. പക്ഷേ ഞാൻ പലപ്പോഴും സ്പെയിനിൽ നിന്ന് മാറി സപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാരണം സ്പെയിനൊരു ഗുണമുണ്ട്, ഒരു വേൾഡ് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 4-5 റൗണ്ട്, 1 റൗണ്ടിൽ പുറത്താവും, അല്ലെങ്കിൽ പ്രീ ക്വാർട്ടറിൽ പുറത്താവും, അല്ലെങ്കിൽ ക്വാർട്ടർ വരെ മാക്സിമം പോവാം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാറില്ല. അതാണ് സ്പെയിനിൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെയിനിനോട് നമുക്കധികം സപ്പോർട്ട് ചെയ്യുമെങ്കിലും എവിടം വരെ എത്തുമെന്ന് ഉറപ്പില്ല. പിന്നെ അർജൻറ്റീനയും ബ്രസീലിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. ബ്രസീലും പറയുന്ന പോലെയാണ്, കുറച്ച് വർഷങ്ങളായിട്ട് 2002 ശേഷം അവർ ഡൗണാണ്. ഇത് പറയുമ്പം എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഫുട്ബോൾ ടി വിയിലൊക്കെ കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, 8-9 പഠിക്കുന്ന കാലത്തായിരിക്കണം. ആദ്യമായിട്ട് കാണുന്നത് ഫ്രാൻസ് വേൾഡ് കപ്പാണ്. ഫ്രാൻസ് 98 ആണ് കാണുന്നത്. അന്നൊന്നും ഒരുപാട് ടീമുകളെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ആദ്യം ഞാൻ കണ്ട കളി സ്പെയിനിൻ്റെ കളിയായിരുന്നു. സ്പെയിൻ തോറ്റ് പുറത്താകുന്ന കളിയാണ് ഞാൻ ആദ്യം കണ്ടത്. ഇതോടെ അർജൻറ്റീനയുടെ ഒരു ബോർഡ് കണ്ടു കേട്ടോ, പോകുന്ന വഴിക്കാണ്. അപ്പോൾ സ്പെയിനിൻ്റെ കളി പറയാം. സ്പെയിൻ നൈജീരിയയോട് 2-3 തോറ്റ് പുറത്തായി. നൈജീരിയ അട്ടിമറിച്ച് 1-ാം റൗണ്ടിൽ പുറത്തായി. അതിന് മുന്നേ ഉള്ള 2 കളികളിൽ സ്പെയിൻ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. ഏതോ ഒരു കളിയിൽ സമനില, ഒരു കളി ജയിച്ചിരുന്നു. അപ്പം ജയിച്ച ആരോട് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ആ കളിയിൽ ഒരാളെ ശ്രദ്ധിച്ചു, റൗൾ ഗോൺസാലസ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഒരു ചെറിയൊരു മനുഷ്യൻ, എത്ര ഒരു 21-22 വയസ്സ് കാണുമായിരിക്കും. ആൾ ഭയങ്കര രസമായിട്ടായിരുന്നു കളിയൊക്കെ. അത് നൈജീരിയയോട് നന്നായിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് റൗൾ എന്നുള്ള ഒരാളോട് എനിക്കൊരു ഇഷ്ടം തോന്നി. പിന്നെ സ്പെയിൻ നമുക്കിന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. പിന്നെ എനിക്ക് അറിയുന്നത് അന്ന് അർജൻറ്റീന, ഇംഗ്ലണ്ടും അറിയില്ല, അർജൻറ്റീന, ബ്രസീൽ, ഈ 2 ടീമുകളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പം റൊമാരിയോ ആയിരുന്നു അതിന് മുന്നേ. 94 വേൾഡ് കപ്പിലെ സൂപ്പർ സ്റ്റാർ റൊമാരിയോ ആയിരുന്നു മനസ്സിലെ സ്റ്റാറെങ്കിലും. റൊമാരിയോയ്ക്ക് 98 ചാൻസ് ഒന്നും കിട്ടാതിരുന്നതുകൊണ്ട് തന്നെ റൊണാൾഡോ കയറി വന്നു. അങ്ങനെയുള്ള ആ ഒരു കാലത്ത് അർജൻറ്റീനയുടെ ബാറ്റിസ്റ്റൂട്ട എന്ന പേര് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൻ്റെ കളി കാണുന്നത്. ഇംഗ്ലണ്ടിൻ്റെ 1-2 കളി കണ്ടപ്പോൾ മൈക്കിൾ ഓവനും ഡേവിഡ് ബെക്കാമിനെയും ഞാൻ കണ്ടു. അവരെ ഭയങ്കര അങ്ങോട്ട് ഇഷ്ടമായി. പിന്നെ കുറച്ച് നേരത്തേക്ക് ഇംഗ്ലണ്ട് ഫാനായി മാറി. അങ്ങനെ ഇംഗ്ലണ്ട് അർജൻറ്റീന കളി വന്നു. അർജൻറ്റീന ഡേവിഡ് ബെക്കാം റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്നു. ഇംഗ്ലണ്ട് 4-5 തോക്കുന്നു. അങ്ങനെ സെമിയിലോട്ട് ഇവർ കയറുന്നു. നമ്മുടെ അർജൻറ്റീന കയറുന്നു. അർജൻറ്റീന ക്വാർട്ടറിലോട്ട് അർജൻറ്റീന കയറുന്നു. അവിടെ നെതർലൻഡ്സുമായിട്ട് കളിക്കുന്നു. നെതർലൻഡ്സ് അടിച്ച് തകർത്ത് കളിക്കുന്നു അർജൻറ്റീനയെ.
അങ്ങനെ 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 പോയ ആ കളി ബ്രസീൽ ഫൈനലിലെത്തുന്നു. ഒരു വശത്ത് ഫ്രാൻസ് ക്രൊയേഷ്യനെ തോപ്പിച്ച് ബ്രസീലിനോട് ഫൈനൽ കളിക്കുന്നു. ബ്രസീൽ നെതർലാൻഡ്സിനെ തോപ്പിക്കുന്നു. മൂന്നാം സ്ഥാനത്തിന് വേണ്ടി ക്രൊയേഷ്യ കളിക്കുന്നു. ഡാവൻ സുക്കർ ടോപ്പ് സ്കോറർ ആകുന്നു. അങ്ങനെയുള്ള കുറേ ഓർമ്മകൾ എനിക്ക് ആ ഒരു വേൾഡ് കപ്പിന് എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിന് ഫേവറേറ്റ് കളി ഏതാണെന്ന് വെച്ചാൽ അർജൻറ്റീനയുടെ കളി തന്നെയാണ്. ഇംഗ്ലണ്ട് തോറ്റ് പുറത്തായെങ്കിലും അതൊരു ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഫൈനൽ ഞാൻ ആദ്യമായിട്ട് സിനദിൻ സിദാൻ്റെ കളി കാണുകയാണ്. ഫൈനൽ അത് വെളുപ്പിന് 3 മണിക്ക് അങ്ങോട്ടാണ് കളി. ഞാൻ അടുത്തുള്ള വായനശാലയിൽ വീട്ടിൽ TV ഒന്നും ഇല്ലാതിരുന്ന കാലം, കറണ്ട് പോലും ഇല്ലാതിരുന്ന കാലമാണ്. അങ്ങനെ ഒരു വായനശാലയിൽ പോയിട്ട് ആദ്യമായിട്ടൊരു കളി കാണുകയാണ്. ഒരു ഫൈനൽ കാണാൻ വേൾഡ് കപ്പിൻ്റെ ഒരുപാട് ആളുകളുടെ കൂടി ഇരുന്നിട്ട്. ബ്രസീലിൻ്റെ ഫാനായിരുന്നു ഞാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയാതെ ഞാൻ ഫ്രാൻസിൻ്റെ ഫാനായി മാറുകയാണ്. സിനദിൻ സിദാൻ എന്ന മാന്ത്രികൻ, തിയറി ഹെൻറി, ഇമ്മാനുവൽ പെറ്റിറ്റ്, ഒരു രക്ഷയില്ലാത്ത ഒരു ടീം. അതൊരു ഭയങ്കര കളിയാണ്. അടിച്ച് തകർത്ത് 3-0 നമ്മളെ റോട്ടിൽ നിന്ന് മാറിപ്പോവാട്ടോ, വേറൊരു വഴിയിലോട്ട് കയറാണ്. അങ്ങനെ ആ കളി അങ്ങ് ഫ്രാൻസ് ജയിച്ചു. അങ്ങനെ ഫ്രാൻസിൻ്റെ ടീമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ 4 വർഷം കഴിഞ്ഞ് ഞാൻ ലൈഫിൽ തന്നെ വലിയൊരു പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങി അടിച്ചു പൊളിച്ചിരിക്കുന്ന സമയത്താണ് അടുത്ത വേൾഡ് കപ്പ് വരുന്നത്. ഭയങ്കര ഡെസ്പടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ആശ്വാസമായിരുന്നു ആ ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ. അപ്പോൾ അതും ഈ പറയുന്ന പോലെ ക്ലബിലൊക്കെ ഇരുന്നിട്ടാണ് കാണുന്നത്. പക്ഷെ അത് ജപ്പാൻ കൊറിയ ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ രാത്രി പോയിട്ട് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് പകലാണ്. 12:30-ക്കും 2:30-ക്കും 5 മണിക്കൊക്കെയാണ്. അങ്ങനെ 2002 കൊറിയ ജപ്പാൻ വേൾഡ് കപ്പാണ് പിന്നെ കണ്ടത്. ഞാനിപ്പോൾ വണ്ടി ഓടിച്ച് ഹൈവേ എന്നൊക്കെ മാറി ചെറിയൊരു ഗ്രാമത്തിലേക്ക് വന്നു. ഒരു കൂനെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നു. അവിടെയാണ് കേട്ടോ ഈ ബോർഡുകളൊക്കെ കണ്ട്, അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെ ഒക്കെ ബോർഡുകളൊക്കെ കണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ കയറി കറങ്ങി തിരിഞ്ഞ് പോവാണ്. ഇത് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, കിട്ടുന്ന റൂട്ടിലൂടെ വണ്ടി ഓടിക്കണം. അപ്പോൾ വേൾഡ് കപ്പിനെ കൊണ്ട് പറഞ്ഞു വരുമ്പം 2002 വേൾഡ് കപ്പാണ് പിന്നെ ഞാൻ TV കാണുന്നത്. ഇപ്പോൾ പകലിങ്ങനെ കണ്ടു. അന്ന് എനിക്ക് സ്പെയിൻ തന്നെ ഫേവറേറ്റ്സ് ആയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സ്പെയിൻ പുറത്താവുന്നു, ക്വാർട്ടറിൽ പുറത്താവുന്നു. ഫസ്റ്റ് റൗണ്ട് നന്നായിട്ട് കളിച്ചു. റാവുൾ 3 ഗോൾ അടിച്ചു. അന്ന് എനിക്ക് വേറൊരാളെയും കൂടി ഇഷ്ടമായി, റാവുൾ മോറിൻഡസ് കോംബോ. അങ്ങനെ ഇഷ്ടമായി. ഇംഗ്ലണ്ടിനെ ഭയങ്കര ഇഷ്ടമായി. ഇംഗ്ലണ്ട് അർജൻറ്റീനയെ ആട്ടിമറിച്ചു, പഴയ പ്രതികാരം തീർത്തു. ബെക്കാം യുദ്ധം ജയിച്ചു. അങ്ങനെ മൈക്കിൾ ഓവനെ തട്ടിയിട്ട് പെനാൽറ്റി ബെക്കാം നല്ല അടിപൊളിയായിട്ട് 46-ാം മിനിറ്റിൽ അങ്ങനെ അടിച്ച് ഗോൾ കയറ്റി. പിന്നെ അർജൻറ്റീന ആവുന്ന കളി കളിച്ചിട്ടും ഒരു ഗോൾ തിരിച്ചടിക്കാൻ പോലും പറ്റിയില്ല. അങ്ങനെ അർജൻറ്റീന 1-ാം റൗണ്ടിൽ പുറത്തു വന്നു. അപ്പം അതിന് മുന്നേ ഞാൻ 2002 വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നെയാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ ഞാൻ കാണേണ്ടത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ കുറച്ച് കളികൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിരുന്നപ്പോൾ അവിടുന്ന് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് ഈ റയൽ മാഡ്രിഡിൻ്റെ കുറച്ച് കളികളൊക്കെ കണ്ടു, റൗളിൻ്റെ കുറച്ച് കളി കണ്ടു, സിനദിൻ സിദാൻ കണ്ടു. അപ്പോഴാണ് ലൂയിസ് ഫിഗോ റയൽ മാഡ്രിഡിലുണ്ട്. അപ്പം ആ ഒരു കളി കണ്ട് എനിക്ക് ഒരു കോംബോ ഭയങ്കര ഇഷ്ടമായി. റയൽ മാഡ്രിഡ് എന്ന ക്ലബ്ബ് ഭയങ്കര ഇഷ്ടമായി. അതേ സമയത്ത് തന്നെ എനിക്ക് ഇപ്പുറത്ത് മറ്റൊരു ടീമിനെ ഇഷ്ടമായി, ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതും എൻ്റെ ഫേവറേറ്റ് ടീമായിരുന്നു. അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല, പക്ഷേ അന്ന് ഡേവിഡ് ബെക്കാം ഉണ്ട്, പോൾ സ്കോൾസ് ഉണ്ട്, അങ്ങനെ കുറച്ച് ആളുകളൊക്കെയുള്ള ആ ഒരു സീസൺ, ആ ഒരു ഇയർ, അന്ന് അവിടെ അവരായിരുന്നു ചാമ്പ്യൻസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആർസണൽ ഇന്നലെ കത്തി നിൽക്കുന്ന സമയം, തിയറി ഹെൻറി അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന സമയം, ലിവർപൂളിൽ മൈക്കിളോവൻ്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയിരിക്കുന്ന സമയം, അതൊരു ഭയങ്കര സീസണായിരുന്നു അത്. അപ്പോൾ ആ സീസണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ 2002 വേൾഡ് കപ്പ് വരുന്നതും കാണുന്നതൊക്കെ. അങ്ങനെ 2002 വേൾഡ് കപ്പിൽ എൻ്റെ ഫേവറേറ്റ് ടീം സ്പെയിൻ പോയി. പിന്നെ പോർച്ചുഗലിൽ എനിക്ക് ഇഷ്ടമായിരുന്നു, ലൂയിസ് ഫിഗോ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ. അങ്ങനെ പോർച്ചുഗൽ പോയി. പിന്നെ ഫ്രാൻസ് 1-ാം റൗണ്ടിൽ തന്നെ പുറത്തായി. സെനഗലിനോടൊക്കെ തോറ്റിട്ടാണ് ഫ്രാൻസ് പുറത്താകുന്നത്. അങ്ങനെയുള്ള കുറേ അട്ടിമറികളൊക്കെ നടന്ന് ഒടുവിൽ ബ്രസീൽ റൊണാൾഡീഞ്ഞോടെയും റിവാൾഡോടെയൊക്കെ ഒരു പെർഫോമൻസിൽ ഫൈനലെത്തുന്നു. ഇപ്പുറത്തെ നെടുന്തൂണായിട്ട് ഒലിവർ ഖാൻ ജർമ്മനിക്ക്, മിഷേൽ ബെല്ലാക്ക് കൊറിയ ചെങ്കടലാകുന്നു, അവർ വിസ്മയം തീർക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ വേൾഡ് കപ്പ് ബ്രസീൽ 2-0 അടിച്ച് തകർത്ത് ജർമ്മനിനെ മൂലക്കിട്ട് കപ്പം കൊണ്ട് പോകുന്നു. അതോടുകൂടി ഒരു ഗ്യാപ്പായി. പിന്നെ കുറച്ച് നാളുകൾ ക്ലബ് ഫുട്ബോൾ, ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്യൻ യുവേഫ ചാമ്പ്യൻസ് ലീഗ്, പിന്നെ സ്പാനിഷ് ലീഗ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ഇറ്റാലിയൻ പ്രീമിയർ ലീഗ്, ഇങ്ങനെയൊക്കെ കുറച്ച് കളികളൊക്കെ കാണാൻ പറ്റുന്നതും. വീട്ടിൽ TV ഇല്ല. അപ്പോൾ ഈ ക്ലബ്ബുകളിലോ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പോൾ കേബിൾ എടുത്ത് ESPN, സ്റ്റാർ സ്പോർട്സ് ഒക്കെ ഉള്ളിടത്താണ് നമ്മൾ ഈ ചെറിയ കളികളൊക്കെ കാണുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞ ആ കാലത്ത് നിന്നും പിന്നെ 2006 ഞാൻ ആദ്യമായിട്ട് ദുബായിലെത്തുമ്പോഴാണ് മറ്റൊരു വേൾഡ് കപ്പ് തുടങ്ങുന്നത്. ചെറിയ വയസ്സുള്ളൂ, എനിക്ക് 19-20 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് മറ്റൊരു വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. 2006 വേൾഡ് കപ്പ് തുടങ്ങി. അത് പിന്നെ ഫ്രാൻസ് അടിച്ചു പൊളിച്ച് കളിച്ചു. പക്ഷേ ഇറ്റലി ജയിച്ചു. അവിടെയും സ്പെയിൻ ഒന്നും അല്ലാതെ പുറത്താവുന്നു, പോർച്ചുഗൽ പുറത്താവുന്നു, അങ്ങനെ ബ്രസീൽ പുറത്താവുന്നു. കുറേ ടീമുകളൊക്കെ അങ്ങനെ പോകുന്നു. പലരും എവിടെ എത്താതെ പോകുന്നു, അർജൻറ്റീനയിൽ നിന്ന് എവിടെ എത്താതെ പോകുന്നു. അങ്ങനെയുള്ള വേൾഡ് കപ്പ്. പക്ഷെ ഞാൻ ആ കളിയൊന്നും അധികം കണ്ടില്ല. ഞാൻ ഒരു കളി പോലും 2006 വേൾഡ് കപ്പിൻ്റെ ഫുട്ബോൾ കാണാൻ പറ്റാതിരുന്നതുകൊണ്ട് പോലും
അതുകൊണ്ടായിരിക്കണം എനിക്ക് 2006 വേൾഡ് കപ്പിനെ പറ്റി ഒരുപാട് ഓർമ്മകളൊന്നുമില്ല. ആ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ മറ്റൊരു ലോകത്തേക്ക് വന്നു. അതേതാണ് ലോകം എന്ന് ചോദിച്ചാൽ അതാണ് ലോകം, അതേതാണ് കാലം എന്ന് ചോദിച്ചാൽ അതാണ് കാലമെന്ന് ഞാൻ പറയും. ഞാനും യുവത്വത്തിൻ്റെ തിളപ്പിൽ നിൽക്കുന്ന 25 വയസ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയം, 25 വയസ്സായിട്ടുണ്ടാവില്ല ആ ഒരു സമയം, 23, 24 ആയിരിക്കുന്ന സമയത്ത് 2010 വേൾഡ് കപ്പ് സ്പെയിൻ കൊണ്ടുപോകുന്നു. എൻ്റെ ഇഷ്ട ടീം വേൾഡ് കപ്പ് കൊണ്ടുപോകുന്നു. തുടക്കം തൊട്ടേ അടിച്ചു പൊളിച്ച് കളിക്കുന്നു. ഒന്നാമത്തെ കളിയിൽ മാത്രം പാളിപ്പോന്നു. പിന്നീടുള്ള കളികളിലൊക്കെ 1-0, 1-1, 2-0 അങ്ങനെ തോൽവി അറിയാതെ ജയിച്ച് എല്ലാവരെയും പിടിച്ച് പ്രമുഖരെ എല്ലാം തൂത്ത് താഴെ കൊണ്ടിട്ട് ഒടുവിൽ നെതർലാൻഡ്സുമായിട്ട് ഫൈനലിൽ കളിക്കുന്നു. എല്ലാ കളിയും ഞാൻ കണ്ടു. എനിക്ക് ഫൈനൽ മാത്രം കാണാൻ പറ്റാത്തൊരു സാഹചര്യം. ബാക്കി ഡേവിഡ് വിയ, ഇനിയസ്റ്റ, സാവി അലോൺസ, പുയോൾ ഒരു ടീമാണ്. ബാർസലോണക്കാർ അഴിഞ്ഞാടുന്ന ഒരു ടീം. കുറച്ച് റയൽ മാഡ്രിഡുകാരുണ്ട്, മറ്റ് അത്ലറ്റിക്കോ മാഡ്രിഡുകാരുണ്ട്. ടോറസ് ബെഞ്ചിലായിരുന്നു, ഇന്നലെ ഇടയ്ക്കൊക്കെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ വിയയുടെ ഒരു പെർഫോമൻസ്, വിയയുടെ ഒരു കാലമായിരുന്നല്ലോ അത്. അങ്ങനെ ആ ഒരു കളി ഭയങ്കര ആസ്വദിച്ചു കണ്ടു. അങ്ങനെ ഫൈനലിൻ്റെ സമയത്താണ്, ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സമയത്താണ്, ഫൈനലിൻ്റെ അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ എനിക്ക് റൂമിൽ TV ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാ കളികളും കാണാൻ പറ്റി. പ്രത്യേകിച്ച് സ്പെയിനിൻ്റെ ഒരു കളിയും മിസ്സാവില്ല. എന്നാലും കാണാൻ പറ്റുന്ന കളികളൊക്കെ രാത്രി, ആഫ്രിക്കയിലായതുകൊണ്ട് തന്നെ പല കളികളും രാത്രിയായിരിക്കും. 6:30, 8:30, 9:00 ടൈം, 10 മണിക്കൊക്കെ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ കളികളും കാണാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഫൈനൽ കാണാൻ പറ്റാതെ ഞാൻ പോവാണ്. എറണാകുളത്ത് പോയി ഞാൻ തിരിച്ചു വരുമ്പം ഫൈനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ട്രെയിനിനാണ് വരുന്നത്. കൊച്ചുവേളി ഒരു എക്സ്പ്രസ്സിനാണ് വരുന്നത് ബാംഗ്ലൂർക്കുള്ളത്. അങ്ങനെ ഞാൻ ആ സമയത്ത് സേലത്തെത്തിയപ്പം ഞാൻ സേലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. അവിടെ ഇങ്ങനെ നടക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൈഡിൽ TV വെച്ചിട്ടുണ്ട് വേൾഡ് കപ്പ് കാണാൻ. കുറേ ആൾക്കാർ ഇനി ഇരിക്കാൻ പോലും സ്ഥലമില്ല, കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് കാണുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ ഫൈനൽ കണ്ടു. സ്പെയിൻ ജയിക്കുമോ തോക്കോ. അങ്ങനെ എക്സ്ട്രാ ടൈമിൽ അവസാനം ഇനിയസ്റ്റയുടെ ഗോളിൽ സ്പെയിൻ കപ്പെടുക്കുന്നു. എന്തൊരു സന്തോഷമായിരുന്നു പറയും, ഇഷ്ട ടീം കപ്പെടുത്തപ്പം. അതായിരുന്നു ഏറ്റവും വലിയ വേൾഡ് കപ്പ് ഓർമ്മ. അങ്ങനെ ആ ഒരു കാലം കഴിഞ്ഞു. പിന്നെയും ഞാൻ സ്പെയിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെ ഒക്കെ ആരാധനായി. അപ്പോൾ ഇപ്പുറത്തൊരു നിരാശ ഉണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വർഷം തോറും താന്ന് അവരവിടെ എത്താൻ പറ്റാത്തൊരു സീസണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. റൗൾ റയൽ മാഡ്രിഡിൽ നിന്ന് പോയി, റൊണാൾഡോ ഇല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നു. ഫിഗോയും സിദാൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. സിദാൻ കോച്ചായി മാറുന്നു മാഡ്രിഡിൻ്റെ. ബാർസലോണയിൽ മെസ്സി തകർക്കുന്നു. എൽ ക്ലാസിക്കോ വരുന്നു, എല്ലാ കളികളിലും മാഡ്രിഡിനെ പൊട്ടിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്ന ഒരു കാലം. ബാർസലോണ കപ്പടിക്കുന്നു, ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നു. മാഡ്രിഡ് കപ്പടിക്കുന്നു, ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നു. അങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പോകുന്ന ഒരു കാലം. അതൊക്കെ കഴിഞ്ഞു. 2014 വേൾഡ് കപ്പ് വീണ്ടും വന്നു. ഖത്തറിലായിരുന്നു ഞാൻ ആ സമയത്ത്. മത്സരങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ എവിടെന്നെങ്കിലൊക്കെ കാണാൻ പറ്റുള്ളൂ. ഈ സഫാരി മാളിലൊക്കെ പോയിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ വേറൊരു സ്ഥലത്തെത്തി കേട്ടോ. ഇനിയിപ്പം കുറച്ച് സമയം കൂടെ കഴിയുമ്പം വണ്ടി ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ബ്രേക്ക് എടുക്കുന്ന സ്ഥലമാണ്. നമ്മുടെ യാത്രകളിലൊക്കെ എൻ്റെ ഒടുവള്ളിത്തട്ടെന്ന് പറയും. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് സ്ഥലം. അപ്പോൾ പറഞ്ഞത് ആ ഒരു വേൾഡ് കപ്പിൻ്റെ പിന്നെ അങ്ങനെയൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരുപാട് അനുഭവങ്ങളൊന്നുമില്ല. കുറച്ച് കളികളൊക്കെ കണ്ടു. അങ്ങനെ അർജൻറ്റീന ഫൈനലിൽ തോക്കുന്നു. അർജൻറ്റീനയ്ക്ക് സപ്പോർട്ടായിരുന്നു. അർജൻറ്റീന ഫൈനലിൽ തോക്കുന്നു, ജർമ്മനി കപ്പും തൂക്കിക്കൊണ്ടു പോകുന്നു. അതായിരുന്നു ആ ഓർമ്മ. ഫുട്ബോളിൽ നമ്മുടെ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഏറ്റെടുത്തു. ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ഒക്കെ ഫ്ലെക്സുകളെ കൂടെ അർജൻറ്റീന, ഇടയ്ക്കുമുട്ടൊക്കെ സ്പെയിൻ്റെത്, അങ്ങനെയൊക്കെ കണ്ടു, ഏറ്റെടുത്തു. എല്ലാവരും കാണുന്നുണ്ട്, സ്ക്രീനുകളിലൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. രസമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം പറയുമ്പോഴുമാണ് നമുക്ക് അടുത്ത വേൾഡ് കപ്പ് വന്നത്, അർജൻറ്റീനയുടെ വേൾഡ് കപ്പ്. ടിക്കിട്ടാക്ക കളിച്ച സ്പെയിൻ ആദ്യം തന്നെ സന്തോഷം, ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. നമ്മുടെ ജപ്പാനോടൊക്കെ തോറ്റിട്ട് പോകുന്നു. അതൊരു ഭയങ്കര കളിയായിരുന്നു. ആദ്യത്തെ 1-2 കളിയൊക്കെ നന്നായി കളിച്ച്, മൂന്നാമത്തെ കളിയൊക്കെ ഭയങ്കര മോശമായി തോറ്റ് സ്പെയിൻ പുറത്താവുന്നു. സന്തോഷം. അതിന് 1-ാം റൗണ്ടിൽ പുറത്താവുന്നവരുടെ ശീലമാണ്. അതുകൊണ്ട് തന്നെ സ്പെയിനെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇംഗ്ലണ്ട് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ. പക്ഷേ ഇംഗ്ലണ്ടും പൊട്ടി. അങ്ങനെ ക്രൊയേഷ്യയും കുറേയൊക്കെ നന്നായിട്ടൊക്കെ പോയി, അവരും വീണു. അങ്ങനെ ഒടുവിൽ നമ്മുടെ അർജൻറ്റീന ഫ്രാൻസുമായിട്ട് കളി വന്നു. അങ്ങനെ ഫ്രാൻസ് അർജൻറ്റീന മറ്റൊരു രംഗം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ 2018 വേൾഡ് കപ്പിലുണ്ടല്ലോ, ആ 18 വേൾഡ് കപ്പ് എനിക്ക് ഒരുപാട് കളികളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതും ഈ പറയുന്ന പോലെ ക്രൊയേഷ്യയും ഫ്രാൻസും കളി വന്നു 4-2. അങ്ങനെ ഫ്രാൻസ് കപ്പ് കൊണ്ടുപോയി. ഒരുപാട് കളിയൊന്നും കാണാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ അറിവൊന്നുമില്ല. അങ്ങനെ നമ്മൾ 2022 കഴിഞ്ഞ വേൾഡ് കപ്പ് വന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞാൻ എന്തായാലും അർജൻറ്റീനയോടൊപ്പം തന്നെയായിരുന്നു. നാട്ടിലാദ്യം തന്നെ ഒരു അർജൻറ്റീന ഫാൻസിൻ്റെ മീറ്റൊക്കെ ഉണ്ടായിരുന്നു.
അതിനൊക്കെ പോയി. അങ്ങനെ അർജൻറ്റീന ജേഴ്സിയൊക്കെ ഇട്ട് 1-2 കളിയിലൊക്കെ അവരുടെ കൂടെ പോയിരുന്ന് കണ്ടു. പിന്നെ അങ്ങനെ ഫൈനൽ കണ്ടു. ആ ഒരു മെസ്സിക്ക് വേണ്ടി കളി കണ്ട പോലെയായിരുന്നു. അങ്ങനെ ആഗ്രഹം പോലെ തന്നെ മെസ്സി കപ്പെടുത്തു. വളരെ സന്തോഷം. അങ്ങനെ ആ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് കാണലൊക്കെ കുറച്ച് നിർത്തി. സമയം, ജോലി തിരക്ക്, മറ്റ് പ്രശ്നങ്ങളൊക്കെ കാരണം ഫുട്ബോൾ കാണലൊക്കെ ടി വിയിൽ കാണലൊക്കെ വളരെ കുറഞ്ഞു. വല്ലപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു കളി കണ്ടാലായി. പിന്നെ ഈ പഴയ കളികളുടെയൊക്കെ ഹൈലൈറ്റ്സ് ഒക്കെ എടുത്ത് കാണും. പ്രത്യേകിച്ച് ഒരു 98 തൊട്ട് 2006-2008 സീസണിലേക്ക് കളികളൊക്കെ, അത് റൂഡ് വാൻ നിസ്റ്റൽറൂയും കാക്കയും ഒക്കെ കളിച്ച ആ ഒരു ഏജ്, അതിൻ്റെ കളികളൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇതാ നമ്മുടെ പുതിയ വേൾഡ് കപ്പ് വന്നിരിക്കുന്നത്, 2026 വേൾഡ് കപ്പ്. പല അട്ടിമറികളും തുടക്കത്തിൽ തന്നെ വരുന്നു. 2 കളികളെ കണ്ടുള്ളൂ. കണ്ടതൊക്കെ അട്ടിമറിയാണ്. അതായത് 2 കളി, ബ്രസീലിൻ്റെയും സ്പെയിൻ്റെയും കളിയാണ് കണ്ടത്. 2ഉം അട്ടിമറികളാണ്. അടിച്ച് 2നെയും തകർത്തിട്ട് കളഞ്ഞു. പരാജയത്തിലും വലുതായിട്ടുള്ള സമനിലയായിരുന്നു ആ കളിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ മെസ്സി ഇന്നത്തെ കളിയിൽ 3 ഗോൾ അടിച്ച്, ഹാട്രിക്കൊക്കെ അടിച്ചു പൊളിച്ചു. അങ്ങനെ ഇനി പോർച്ചുഗലിൻ്റെ കളിയുണ്ട്, വീണ്ടും ബ്രസീലിൻ്റെ കളി വരുന്നു, ഇംഗ്ലണ്ടിൻ്റെ കളി വരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടിരിക്കുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ രാവിലെ ഉച്ച പോലെയുള്ള രാവിലെ സമയത്ത് ബൈക്കും എടുത്ത് ഈ കൊടിയും ചൂടത്ത് ജാക്കറ്റും ഇട്ടിട്ട് ഗ്ലൗസും ഇട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ച് പോവാണ്. കുറച്ച് നാടുകളിലെ ഫുട്ബോൾ ഫ്ലക്സുകളൊക്കെ കണ്ടു. മനസ്സിൽ ഫുട്ബോളിൻ്റെ ഓർമ്മകളൊക്കെ പങ്കുവച്ചു. അതിൽ കൂടുതലൊന്നും ഇതിനകത്ത് ഇല്ല, കാരണം എൻ്റെ വീഡിയോ ക്വാളിറ്റി എപ്പോഴും കുറവാണ്. കാരണം ഏറ്റവും ലോ ക്വാളിറ്റി ക്യാമറയിലാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. പിന്നെ എനിക്കെന്താണോ തോന്നുന്നത് അത് ചെയ്യുന്നു, എനിക്കെന്താണോ മനസ്സിൽ വരുന്നത് അത് പറയുന്നു. പ്രത്യേകിച്ച് കോണ്ടൻറ്റ്സ് ഒന്നും ഉള്ളതല്ല. അപ്പോൾ എന്നാലും ഇത് കാണി സപ്പോർട്ട് ചെയ്യുന്നതും കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്നോട് പറയും പുതിയ കണ്ടതൊക്കെ നല്ലതായിരുന്നു, ഓക്കെ, നമുക്ക് പരിമിതികളിൽ നിന്നുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന്. ഞാനും അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇതെൻ്റെ തൊഴിലല്ല, ഇതെനിക്ക് തൊഴിലാക്കാൻ പറ്റില്ല. ഞാൻ ജോലി ചെയ്തിട്ടാണ്, മറ്റു ജോലികളൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്ന, സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അവരോട് എന്നും നന്ദി മാത്രമാണുള്ളത്. അപ്പോൾ ഇനി ഈ ഫുട്ബോൾ കാലം അർജൻറ്റീന കൊണ്ടുപോവോ, അതോ സ്പെയിൻ കൊണ്ടുപോവോ, ഫ്രാൻസ് കൊണ്ടുപോവോ, ജർമ്മനി കൊണ്ടുപോവോ, ബ്രസീൽ കൊണ്ടുപോവോ അറിയാത്ത, പോർച്ചുഗലും പറയാതിരിക്കുന്നില്ല കേട്ടോ, പോർച്ചുഗൽ കൊണ്ടുപോവോ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാലത്തിൽ ഫുട്ബോൾ മെമ്മറീസ്, ഫുട്ബോൾ ഓർമ്മകളൊക്കെ കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും അവരുടെ ഇഷ്ടം പോലെ അവരുടെ ഇഷ്ട ടീമുകൾ നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ എന്ന് ആശംസിക്കാം. നമുക്ക് കളി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, നന്മ നേരുന്നു. അപ്പോൾ ഈ പറയും പോലെ 100നെ പറ്റി ഒരു വാക്ക് പറയണമല്ലോ, കൊണ്ട് നടന്നാണല്ലോ. 100 ഏതാണ്ട് 13,500 കിലോമീറ്ററായി. ഇടയ്ക്ക് ഞാൻ ഒരു ലോങ് ഒക്കെ പോയി. ഇനിയിപ്പം വീണ്ടും ഒരു വയനാട് യാത്രയുണ്ട് അധികം താമസിക്കാതെ. പക്ഷെ ഭയങ്കര മഴയാണെങ്കിൽ എങ്ങനെ പോകും എന്ന് ഓർത്തിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആലക്കോട് പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിർത്തി ഞാൻ എൻ്റെ ഈ ചെറിയ യാത്രയുടെ കഥകളൊക്കെ ഞാൻ ഇവിടെ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോ അടുത്ത യാത്ര എങ്ങോട്ടാന്നുള്ള പ്ലാൻ ആയിട്ടില്ല. എന്തായാലും ചെയ്യും. കാരണം ഇനി കുറച്ച് കാലത്തേക്ക് എനിക്ക് വയലിൻ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടാവില്ല. മഴക്കാലമായതുകൊണ്ട് തന്നെ കല്യാണങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ നമ്മളെ വിളിക്കുന്ന അങ്ങനെയുള്ള ആളുകളൊക്കെ അല്ലേ വിളിക്കാറുള്ളൂ. നമുക്ക് വളരെ കുറവ് എൻട്രി മാത്രമേ കിട്ടാറുള്ളൂ ഇതിനകത്ത്. നമ്മൾ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട്, നമ്മളൊരു കാര്യത്തിലും പ്രൊഫഷണൽ അല്ല. പിന്നെ ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്, അതാണ് നമ്മുടെ പ്രൊഫഷൻ. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇഷ്ടം പോലെ സമയം കണ്ടെത്തി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ബൈക്ക് റൈഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ യാത്ര കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.